ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ലക്ഷ്മി അവരുടെ മുന്നിൽ പ്രകാശന്റെ മുന്നിൽ പ്രകാശൻ കാണുകയും വന്ന് നിൽക്കുകയാണ്. അത് കണ്ടിട്ട് പ്രകാശൻ ആകെ ഞെട്ടി തകർന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് കാർത്തിക കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ അരികിലേക്ക് പോകാനോ ഒന്നും ചോദിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ വേഗം തന്നെ പ്രകാശൻ തന്റെ അമ്മയ്ക്ക് അരികിൽ വന്നിട്ട് ഈ ഒരു കാര്യം പറയുകയാണ്. അപ്പോ പ്രകാശനോട് ചോദിക്കുന്നുണ്ട്, ഏത് ലക്ഷ്മി എന്നൊക്കെ ചോദിക്കാണ് അമ്മ. അപ്പൊ ആ സമയത്ത് പറയുന്നുണ്ട്, അമ്മേ ചെന്നൈയിലുള്ള ലക്ഷ്മി, അവളെ ഞാൻ എവിടെ വെച്ച് കണ്ടിരുന്നു, എൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ആ സമയത്താണെങ്കിൽ അപ്പുറത്തായിട്ട് വിക്രം ഇതെല്ലാം തന്നെ ഇവരുടെ സംസാരം കേട്ട് നിൽക്കുകയാണ്. താൻ അറിയാതെ ഇവർക്ക് തമ്മിൽ എന്താ രഹസ്യം എന്നുള്ള രീതിയിലാണ് അവൻ ഇങ്ങനെ കാതോർത്ത് നിൽക്കുന്നത്. അപ്പോഴായിരിക്കും ഈ ലക്ഷ്മിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആ അമ്മൂമ്മ പറയുന്നുണ്ട്, എടാ നിനക്ക് തോന്നിയത് എങ്ങാനായിരിക്കും, അവളെങ്ങനെയാ ഇവിടെ വരാനാ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, അത് ഞാൻ ഇവിടെ വെച്ച് കണ്ടതെന്നുള്ളത് സത്യമാണ്. അവളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൾ ഇനി എന്തിനാണാവോ ഇങ്ങോട്ട് വന്നത്? എന്തായാലും കൊല്ലങ്ങളായില്ലേ നമ്മൾ അവളെ കണ്ടിട്ട്. പിന്നെ തന്നെയല്ല, അവളുടെ കുഞ്ഞിനെ നമ്മൾ കൊണ്ടുകളയുകയും ചെയ്തില്ലേ, അതിൻ്റെയൊക്കെ പ്രതികാരം വീട്ടാനായിരിക്കും ഇനി വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അമ്മമ്മ പറയുന്നുണ്ട്, ഓ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇനി പ്രതികാരത്തിന് വരുന്നത്, എനിക്ക് തോന്നിയതാവും എന്നൊക്കെ വീണ്ടും അമ്മ പറയുമ്പോൾ, ഇല്ല അമ്മയെ, സത്യമായിട്ടും ഞാൻ കണ്ടതാ. എനിക്കെന്തോ കാർത്തികമോൾ എൻ്റെ കൂടെ ഉണ്ടായത് കൊണ്ട് അവളെ അരികിലേക്കൊന്നും പോവാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. എന്തിനാണോ ഇനി അവൾ അവിടേക്ക് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ ആകെ ആവലാതിപ്പെടുകയാണ്. അതൊക്കെ തന്നെ അപ്പുറം നിന്ന് വിക്രം കേൾക്കുന്നുണ്ട്. അപ്പോൾ വിക്രത്തിന് കാര്യങ്ങൾ മനസ്സിലാവാണ്. തൻ്റെ അച്ഛന് തൻ്റെ അമ്മയല്ലാതെ അതിനു മുന്നേ ഒരു ഭാര്യ ഉണ്ടായിരുന്നെന്നും അതൊരു കുഞ്ഞുണ്ടായിരുന്നു, ആ കുഞ്ഞിനെ എന്തോ ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിക്രമിന് മനസ്സിലാവാണ്. എന്തായാലും വിക്രം ആ ഒരു ചോദ്യവുമായിട്ട് പ്രകാശന്റെ അരികിലേക്ക് വരുന്നുണ്ട്. എന്താ ഞാൻ ഈ കേട്ടത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ പ്രകാശൻ പറയാണ്, ഇല്ല മോനെ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിക്രത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പ്രകാശൻ പെട്ടുപോകുന്നുണ്ട്. എന്തായാലും വിക്രത്തിന് ആ ഒരു കാര്യം പറഞ്ഞ് പ്രകാശനെ അമ്മൂമ്മയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഭാഗമൊക്കെ